ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സ്റ്റോറീസ് ഇഷ്ടമുള്ള നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞാൻ സൂസൻ. വയസ്സ് ഇപ്പോൾ 40 ആകുന്നു. കെട്ടിയോൻ മാത്യു. പുള്ളി ദോഹയിലാണ്. അവിടെ ഒരു കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയറാണ്. 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. ഞാനും മക്കളും ഞങ്ങളുടെ വീട്ടിലാണ് താമസം. കെട്ടിയോൻ്റെ വീട്ടുകാരൊക്കെ അല്പം അകലെയാണ് താമസിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ അധ്യാപകരായ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ്. എനിക്കൊരു ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ചിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. ഞാൻ സ്ഥിരമായി ഈ സൈറ്റിൽ വരുന്ന കഥകൾ വായിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് എൻ്റെ കഥകളും ഇവിടെ പറയാമെന്ന് വിചാരിച്ചത്. ഓരോരോ സംഭവങ്ങളും ഓരോരോ പാർട്ടായിട്ട് പറയാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം. എനിക്കൊരു 5.6 അടി പൊക്കവും അതിനൊത്ത തടിയുമുള്ള അല്പം വെളുത്തിട്ടുള്ള ബോഡിയാണുള്ളത്. ശരീരത്തിൻ്റെ അളവുകൾ പറഞ്ഞാൽ ഫ്രണ്ട് 36 അടി സൈസുള്ള ബ്രായിൽ ഒതുക്കിയാണ് ഞാൻ നടക്കുന്നത്. ഒതുങ്ങിയ അരക്കെട്ടും എന്നാൽ അതിന് താഴേക്ക് ഒതുങ്ങാത്ത ബാക്കുകളും ഒക്കെയാണുള്ളത്. പ്രീ ഡിഗ്രി മുതലേ ഓരോരോ കാമുകന്മാരുടെ കരലാളനകളേറ്റ് വളർന്നതിനാൽ അവയവങ്ങളൊക്കെ നല്ല ഷേപ്പിലും വലുപ്പത്തിലുമായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ഈ ചെയ്യുന്നത് എന്നൊരു അടങ്ങാത്ത വികാരമായിരുന്നു. ഇപ്പോൾ ഏത് കഥയിൽ നിന്നും തുടങ്ങണം എന്നെനിക്കറിയില്ല. തൽക്കാലം ഒരു പെട്ടെന്നുണ്ടായ അനുഭവം മാത്രം ഇപ്പോൾ പറയാം. ഈ അനുഭവം ഉണ്ടാകുന്നത് ഞാൻ ഒരിക്കൽ കുട്ടികളുടെ സ്കൂളിൽ ഒരു മീറ്റിങ്ങിന് പോയി വരുന്ന വഴിക്കാണ്. എനിക്കിപ്പോൾ 40 വയസ്സാകുന്നു. ഇത് നടക്കുന്നത് ഒരു 4 വർഷം മുൻപാണ്. അന്നൊരു ജൂലൈ മാസമായിരുന്നു. നല്ല മഴയുള്ള ദിവസം. വീട്ടിലെ കാർ സർവീസിന് കൊടുത്തിരിക്കുന്ന കാരണം ഞാൻ സ്കൂട്ടർ എടുത്താണ് പോകാനിറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 4 കിലോമീറ്റർ പോയാൽ ഒരു ടൗണുണ്ട്. പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ വീടൊരു ഗ്രാമപ്രദേശമാണ്. ഭർത്താവ് പണിയിപ്പിച്ച വീടാണ്. അത്യാവശ്യം കുറച്ച് സ്ഥലവും പുറകിലൊരു പാടവുമൊക്കെ ആയിട്ടുള്ള സ്ഥലം. എല്ലാം കൂടി ഒരു 2 ഏക്കർ പറമ്പുണ്ട്. പാവം കെട്ടിയ ദോഹയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. കെട്ടിയവൻ്റെ തറവാട് ഞങ്ങളുടെ അവിടുന്ന് കുറച്ച് പോകണം. വീട്ടിൽ ഞാനും മക്കളും മാത്രമാണ് താമസം. സ്കൂളിൽ ഉച്ച കഴിഞ്ഞായിരുന്നു മീറ്റിംഗ് പറഞ്ഞിരുന്നത്. മഴയായതിനാൽ ഞാൻ ഇട്ടത് ഒരു ടോപ്പും ലെഗിൻസുമായിരുന്നു. അത്യാവശ്യത്തിലധികം ഷേപ്പുള്ളതിനാൽ ഞാൻ ലെഗിൻസ് ഇട്ടാൽ പുറകെ വരുന്നവർക്ക് എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. സ്കൂട്ടർ അടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ സ്കൂട്ടർ അവിടെ അടുത്തൊരു പാർക്കിംഗ് സ്ഥലത്ത് വെച്ചിട്ട് ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വൈകിട്ട് 4:30 കഴിഞ്ഞു. കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോയിരുന്നു. അപ്പോഴേക്കും ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു ബസ്സിന് തിരിച്ചു കയറി. ബസ്സിൽ കയറുമ്പോൾ തിരക്ക് കുറവായിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അവിടുത്തെ സ്കൂളിൽ നിന്നും ഒക്കെ കുറേ പേരുടെ ബസ്സിൽ കയറി. പിള്ളേരെല്ലാം കൂടി എന്നെ തള്ളി പുറകിലാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. ബസ്സിലെ ഷട്ടർ എല്ലാം താഴ്ത്തി. ബസ്സിനകത്ത് ഇരുട്ടുമായി. ആകെ തിരക്കും ബഹളവും. എനിക്കാണെങ്കിൽ ബസ്സിൽ ഒരു അരമണിക്കൂർ മുകളിൽ പോകാനുണ്ട് താനും. മഴ കാരണം ബസ് മെല്ലെയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ എന്തോ അമർന്ന പോലെ തോന്നി. ആരുടെയോ കൈയുടെ പുറം പോലെ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പയ്യൻ. കണ്ടിട്ട് ഏതോ കോളേജിൽ പഠിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ കയ്യിൽ അവൻ്റെ ബാഗ് ഉരി പിടിച്ചിട്ടുണ്ട്. അത് നിലത്ത് വെക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ദേഹത്ത് കൈ കൊണ്ടത്. അപ്പോൾ കണ്ടക്ടർ വന്ന് അവനോട് ബാഗൊക്കെ ഇരിക്കുന്നവരുടെ കയ്യിൽ കൊടുത്തിട്ട് മുന്നോട്ട് കയറി നിൽക്കാൻ വഴക്ക് പറഞ്ഞു. അവൻ എൻ്റെ പുറകിലേക്ക് ചേർന്ന് നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ അവൻ്റെ അരക്കെട്ട് അമർന്ന പോലെ എനിക്ക് തോന്നി. തിരക്കായതിനാൽ ഞാൻ കാര്യമാക്കിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ കൈ എൻ്റെ ബാക്കിൽ അമർത്തിയുരച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്തോ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് പോലെ ചെയ്തു.
ഞാൻ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ പിന്നെ കൈ മുകളിലേക്ക് കമ്പിയിൽ പിടിക്കാൻ വരുന്നത് പോലെ കൊണ്ടുവന്നു. കൈ പോകുന്നതിനിടയിൽ അവൻ എൻ്റെ ടോപ്പിൻ്റെ സ്ലിറ്റ് മെല്ലെ അകത്തി ഒരു സൈഡിലേക്കാക്കി. സ്കൂളിൽ പോയതുകൊണ്ട് ഞാൻ അല്പം ലൂസായ ടോപ്പാണ് ഇട്ടിരുന്നത്. സാധാരണ റിക്ത് ഡ്രസ്സ് ഇട്ട് ഞാൻ എൻ്റെ ശരീരഭംഗി എല്ലാവരെയും കാണിച്ചാണ് നടക്കാറുള്ളത്. സ്കൂളിൽ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. അതിനാൽ അവൻ സ്ലിറ്റ് മെല്ലെ സൈഡിലേക്കാക്കിയപ്പോൾ ബാക്കിലെ ടോപ്പിൻ്റെ വശം ഒരു സൈഡിലേക്ക് മാറിപ്പോയി. അവൻ മുകളിലെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് മെല്ലെ കൂടുതൽ ചേർന്ന് നിൽക്കാൻ തുടങ്ങി. ബസ്സിലെ തിരക്ക് കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ മെല്ലെ ആരും കാണാതെ അവൻ്റെ സിബ് കൈകൊണ്ട് തുറന്നു. അപ്പോൾ എനിക്ക് അവൻ്റെ കൃത്യം മനസ്സിലായി. എനിക്കാണെങ്കിൽ ആസ്വദിക്കണമെന്നുമുണ്ട്, എന്നാൽ ആരെങ്കിലും കാണുമോ എന്ന പേടിയും ഉണ്ടായിരുന്നു. ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നേക്കാളും അല്പം പൊക്കവും അത്യാവശ്യം തടിയുമുള്ള ഒരു നിറത്തിലുള്ള ഒരു ഇരുനിറത്തിലുള്ള ഒരു പയ്യനായിരുന്നു അവൻ. അവൻ്റെ ചുറ്റിലും ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കോളേജ് പിള്ളേർ കൂടി നിന്ന് ഓരോന്ന് പറഞ്ഞു നിൽക്കുന്നത് കാണാം. അവർ ഇവിടെ നടക്കുന്നതൊന്നും അറിയാതെ എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ കൂടുതൽ എന്നിലേക്ക് ഒട്ടി നിന്നു. അവൻ അവിടെ എന്നെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടാതെ അവൻ്റെ പ്രവൃത്തികൾ ആസ്വദിക്കാൻ തുടങ്ങി. ബസ്സിൽ പോകുന്നതും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതും എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവൻ എൻ്റെ മൗനം സമ്മതമായി. എന്നിട്ട് എന്നെ പലതും ആ നേരം കൊണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. വണ്ടിക്കകത്തെ ഇരുട്ട് കൂടി വന്നു. എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് അടുത്തു തുടങ്ങിയിരുന്നു. ഒരു 15 മിനിറ്റ് എടുക്കും. ഞാൻ സൈഡിലൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ എന്നോട് ചേർന്ന് നിന്നിട്ട് ഇറങ്ങണ സ്റ്റോപ്പ് ചോദിച്ചു. ഞാൻ സ്റ്റോപ്പിൻ്റെ പേര് പറഞ്ഞപ്പോൾ കുറച്ച് ടൈം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. ഞാൻ എൻ്റെ സൈഡിലുള്ള സീറ്റിലേക്ക് നോക്കി. അവിടെയൊക്കെ ലേഡീസാണ് ഇരിക്കുന്നത്. അവരുടെ മടികളിലാണെങ്കിൽ പിള്ളേരും ബാഗും. അവർ ഞങ്ങളെ നോക്കുന്നതേ ഇല്ലായിരുന്നു. എൻ്റെ പുറകിൽ കുറച്ച് കോളേജ് പിള്ളേർ കൂടി നിന്ന് എന്തൊക്കെയോ കഥകൾ പറയുന്നത് കേൾക്കാം. ഞാൻ അവനോട് വേണ്ടെന്ന് മെല്ലെ പറഞ്ഞു. അവൻ പ്ലീസ് എന്ന് പറഞ്ഞു. അവൻ്റെ മുഖത്തെ യാചിക്കുന്ന ഭാവം കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അവൻ്റെ സുഖം ആഗ്രഹിച്ചു പോയി. ഞാൻ ഒന്നും പറയാത്തതിനാൽ അവൻ എന്നെ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 പേരും നന്നായി സുഖിച്ചു. അങ്ങനെ എൻ്റെ സ്റ്റോപ്പെത്തി. ഞാൻ ഇറങ്ങി. എൻ്റെ ബാക്കിൽ അവനും ഇറങ്ങി. എന്നിട്ട് എൻ്റെ സ്കൂട്ടറുള്ള സ്ഥലത്തേക്ക് അവൻ വന്നു. നടക്കുന്ന വഴി അവൻ അവൻ്റെ പേര് പറഞ്ഞു. അവൻ അഖിൽ, ഡിഗ്രി 1-2 വർഷം പഠിക്കുന്നു. ഞാൻ അവൻ എന്തിനാ അവിടെ ഇറങ്ങിയെന്ന് ചോദിച്ചു. അവൻ അവിടെ നിന്നും വേറെ ബസ്സിനാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്കൂട്ടർ വെക്കുന്നിടത്തെത്തുന്നവരെ എൻ്റെ കൂടെ വന്നു. ഒടുവിൽ പിരിയാൻ നേരം എൻ്റെ മൊബൈൽ നമ്പർ മേടിച്ചു അവൻ. പിന്നെ കുറേ സന്തോഷമായെന്ന് പറഞ്ഞു. നല്ല സുഖം കിട്ടിയെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ തീരുന്നു. ഇഷ്ടമായോ എന്നറിയില്ല. ബാക്കി കഥകൾ ഓരോരോ ദിവസം പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.